ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു മോൺ ഗുഡ്നസ് ഇൻസ്പയർഡ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ മോൺ ഗോഡസിൻ്റെ ഡിസൈൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിസൈനല്ലേ. ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നിങ്ങൾ തമ്പനയിൽ ഓൾറെഡി കണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ യോക്കിലോ നെക്കിലോ മാത്രമായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി അല്ല, നമ്മുടെ ഹോൾ കുർത്തി ഫുൾ ലെങ്തിൽ വരുന്ന ഒരു ഡിസൈനാണിത്. അതുപോലെ നമ്മൾ ബീഡ്സ് വർക്കും ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്ക് നമ്മൾ വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് നെക്കാണ് വരുന്നത്. അപ്പോൾ നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ നമ്മൾ ആദ്യമേ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, സ്റ്റിച്ച് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന്. എപ്പോഴും നമ്മൾ എംബ്രോയ്ഡറി വർക്ക് പ്ലെയിൻ ക്ലോത്തിൽ ചെയ്തതിന് ശേഷം മാത്രം അത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം മറ്റുള്ളവർക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാനാണെങ്കിലും നിങ്ങൾ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എവിടെയായിട്ടാണോ വേണ്ടത് ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് അവിടെ ചെയ്തതിന് ശേഷം പിന്നീട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല. നമ്മുടെ ഹോൾ കുർത്തി എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ നെക്ക് തൊട്ട് താഴേക്ക് ഇതുപോലെ ലൈൻസ് ഇട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ പോർഷനിലും അത് തന്നെ വരും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് എടുത്തേക്കുന്ന പേളിൻ്റെ ബീഡാണ്, വൈറ്റ് ബീഡ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ബീഡ് ഏതാണെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഗോൾഡൻ്റെ ചെറിയ കട്ട് ബീഡ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റിക് കട്ട് ബീഡ്സും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി വലിപ്പമുള്ള വൈറ്റ് ബീഡല്ല എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി വലിയൊരു എടുക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ രീതിക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് ബീഡ് എടുക്കുമ്പോൾ 3 ബീഡ് വെച്ചിട്ട് വേണം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് കാണുന്ന പോലെ ഈ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. ഹോൾ ലെങ്തിലുള്ള പാറ്റേൺ അതായത് നമ്മൾ താഴെ വരെ ചെയ്യുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ 3 ബീഡ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് താഴെ വരെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ യോക്ക് പോർഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കുക. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, എന്ത് രസമായിട്ട്. അതുപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ അല്ലേ. ഇതുപോലുള്ള സിമ്പിൾ പാറ്റേൺസ് കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് കമൻറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഇത് ബീഡ്സ് വർക്കാണ്. അപ്പം നമ്മൾ റൗണ്ട് ഹൂപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ മാറ്റി വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഹൂപ്പ് വരുന്ന അത്രയും ഭാഗം മാത്രം വിട്ടിട്ട് അവിടെ മാത്രം നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ഓരോ ബീഡായിട്ട് തയ്ച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. നമ്മൾ ഹോൾ ലെങ്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യോക്ക് പാർട്ടിൽ മാത്രമായിട്ട് ചെയ്യാനാണെങ്കിൽ വലിയൊരു ഹൂപ്പ് മേടിച്ചിട്ട്, അതായത് 18 ഇഞ്ചിൻ്റെ ഹൂപ്പാണ് കേട്ടോ, ആ ഹൂപ്പ് മേടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ലൈൻ നമ്മൾ വൈറ്റ് ബീഡ്സ് മുഴുവൻ വെച്ചതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ തൊട്ടടുത്തേക്ക് ഗോൾഡൻ്റെ ബീഡ്സ് അല്ലെങ്കിൽ ആൻറ്റിക്കിൻ്റെ ബീഡ്സ്, നിങ്ങൾക്ക് ഏത് ബീഡാണ് വെക്കാൻ താല്പര്യം ആ ഒരു ബീഡ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം കട്ട് ബീഡ്സ് വെക്കുന്നത് ഓരോ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നേരെ താഴേക്ക് ഒരു ലൈൻ വരുന്നത് കൊണ്ട് കുറച്ച് ഭംഗിയായിട്ടിരിക്കാനായിട്ട് ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഹോൾ ലെങ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2-3 ബീഡ് വെച്ച് തന്നെ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും ചെയ്ത് തീർക്കാനായിട്ട്. ഇനി കൂടുതൽ ഭംഗി വേണമെന്നുള്ളവർക്ക് ഓരോ ബീഡ്സ് വെച്ച് തന്നെ ചെയ്യാം. കുറച്ച് ദിവസം സമയം എടുത്തൊക്കെ പതുക്കെയൊക്കെ ചെയ്താൽ മതിയാവും. എപ്പോഴും നമ്മൾ കൂടുതൽ സമയം എടുത്ത് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്നതിനാണ് പെർഫെക്ഷൻ കൂടുതലല്ലേ. അത് ചെയ്യുന്നവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഈ ഡിസൈൻ ഹോൾ പാറ്റേൺസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്ത് ഭംഗി ആ ഒരു നിങ്ങൾ ആ ഒരു ഔട്ട്ലുക്ക് കൊണ്ട് ആ മോൺഗോഡസിൻ്റെ ആ ഡിസൈനിൽ ആ ഒരു അനിത എന്ന് പറയുന്ന മാഡം വേറെ ചെയ്തേക്കുന്ന ആ ഡ്രസ്സ് കൊണ്ട് എന്നാ ഭംഗിയത് കാണാനല്ലേ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് നിങ്ങളിലേക്ക് ഞാനിത് ഒന്ന് എത്തിച്ചു തരാനായിട്ട് ഉദ്ദേശിച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ആരി വർക്കാണ്. അപ്പോൾ ആരി വർക്കിൻ്റെ അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് നോർമൽ നീഡിൽ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ആ ഷോൾഡറിൽ വരുന്നത് ഒഴിവാക്കി ബാക്കി പോർഷനിൽ മാത്രം ചെയ്താൽ മതിയെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളിപ്പം ഹൂപ്പൊന്നും ഇല്ലാത്തവർക്ക് കയ്യിൽ പിടിച്ച് ചെയ്യാനാണെങ്കിലും അത് എളുപ്പം ചെയ്യാൻ പറ്റും. പാറ്റേൺ വരച്ചെടുക്കുക. അതിനുശേഷം ഓരോ ബീഡ് വെച്ചിട്ട് ഓരോ ബീഡ്സും വെച്ച് മാത്രമേ നമുക്ക് അങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ ബീഡ്സ് വെച്ചിട്ട് ഹൂപ്പില്ലാതെ തയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും ഹൂപ്പില്ലാണ്ട് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് അഡീഷണലായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ഇല്ലാത്ത കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഹോൾ ലെങ്ത് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ യോക്ക് പാർട്ടിൽ മാത്രമായിട്ട് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ്. അതേപോലെ നിങ്ങൾക്ക് സ്ലീവിലും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. പിന്നെ ഒരു കാര്യം, സ്ലീവിൽ ചെയ്യുമ്പോൾ നമ്മൾ തയ്ച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത്. എന്ത് രസമാണ് കാണാനായിട്ടല്ലേ. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോൺഗോഡസ് ഇൻസ്പയർഡ് ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുതേ.
അതുപോലെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്